അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർ, സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, സർഗസപര്യ പരന്നൊഴുകുന്ന ഇസ്തിഹാറിൻ്റെ ഈ പ്രൗഢവേദിയിൽ അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. 2001 സെപ്റ്റംബർ 11 ശേഷം നാടുനീളെ ഇസ്ലാം പിരിന്നിട്ട് നെറികെട്ട ജനറേഷനുകളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഇസ്ലാം വിരുദ്ധത ആളിക്കത്തിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ പെടാപ്പാടുപെടുന്ന സമകാലിക സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ ബഹുമത സമീപനം എന്ന വിഷയത്തിൽ അധികരണം നടത്തി സംസാരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടും പ്രസക്തമാണ്. ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതലുള്ള ചരിത്രങ്ങൾ ഇങ്ങോട്ട് നാം കണ്ണടിക്കുമ്പോൾ ഇസ്ലാമിനോളം പാരസ്പര്യമോ സഹിഷ്ണുതയോ പ്രകടിപ്പിച്ച മറ്റൊരു മതമുണ്ടോ എന്ന് നാം സംശയിച്ചു പോകും. അതുകൊണ്ടാണ് തൻ്റെ സത്യാന്വേഷണ സഞ്ചാരത്തിനൊടുവിൽ മുഹമ്മദ് അസദ് തൻ്റെ റോഡ് ടു മക്കയിൽ എഴുതി വെച്ചത്, ഇസ്ലാമിന് സർവാധികാരമുള്ള നാടുകളിൽ ഇതിനേക്കാൾ മികച്ച രക്ഷ മറ്റൊരിടത്തും ലഭിച്ചിരുന്നില്ലെന്ന്. അസഹിഷ്ണുതയും വർഗീയ ഭ്രാന്തും ഇസ്ലാമിനെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇസ്ലാം എങ്ങനെയാണ് പുഷ്പിച്ചു നിന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഇത്തരം ഗ്രന്ഥങ്ങൾ. വാളെടുക്കുവാനും ഭരണം കൈയാളാനും വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നിട്ടും അന്യമതസ്ഥന് നേരെ അന്യായമായി വിരൽ ചൂണ്ടുവാൻ പോലും അനുവാദമോ അതിന് മുതിരുകയോ ചെയ്തിട്ടില്ലെന്നതിന് ചരിത്രം സാക്ഷിയാണ്. മദീന രാഷ്ട്രം രൂപീകരിച്ച് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയുള്ള ഒരു ജൂത ഗോത്രത്തെ പ്രത്യേകം പരിഗണിച്ച് സന്ധിയിൽ ഏർപ്പെട്ടത് ചരിത്രത്തിൽ സുവധിതമാണ്. സഹിഷ്ണുതയുടെയും മാനുഷിക മൂല്യങ്ങളുടെയും ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. ബലപ്രയോഗം ഇസ്ലാമിന്റെ രീതിയല്ലെന്നും നിർബന്ധിത മതപരിവർത്തനം അത് ഇസ്ലാമിന്റെ അജണ്ടയല്ലെന്നും ഈ ഖുർആനിക പ്രോക്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഥവാ ആരും തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരല്ലെന്ന് സാരം. ഇസ്ലാം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഫലപൂർണ്ണമല്ലെന്ന് എന്ന ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. അന്യമതസ്ഥരുടെ ദേവാലയങ്ങൾ പരിരക്ഷ അർഹിക്കുന്ന ആരാധനാലയങ്ങളായാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അന്യമതസ്ഥരുടെ ആരാധനാമൂർത്തികളെ ആക്ഷേപിക്കരുതെന്നും വലാ തസബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് എന്ന ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാമിനോട് വ്യക്തമായ കൃത്യമായ ശാസ്ത്രം പ്രകടിപ്പിക്കാത്ത അന്യമതസ്ഥരുടെ സംരക്ഷണം, പൂർണ്ണ സംരക്ഷണം അത് ഇസ്ലാമിൻ്റെ മുസൽമാന്റെ അനിവാര്യമാണ്, മുസൽമാന്റെ ഉത്തരവാദിത്തമാണെന്നാണ് ഖുർആനിക ഭാഷ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നജ്റാനിൽ നിന്ന് 70ഓളം വരുന്ന ക്രിസ്തീയ സംഘം മദീനയിലെത്തിയപ്പോൾ അവർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി മദീന പള്ളിയുടെ ചെരുവിൽ അവർക്ക് വേണ്ട ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാവും. ജാതി മതമേതമെന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ അനിർവചനീയമായ മാതൃക മുത്തുനബി തങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധ്യമാണ്. കോപ്റ്റിക് വംശജയായ മാരിയത്തുൽ ഖിബ്തിയ എന്ന മഹദിയെ സമ്മാനമായി നൽകിയത് ഒരു മുസൽമാനല്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു സമീപനം അപ്പടി ജീവിതത്തിൽ അപ്ലൈ ചെയ്തവരായിരുന്നു തിരുസഹാബത്തും തുടർന്ന് ഭരണചക്രം തിരിച്ച അധികാരികളും. ഈജിപ്ത് ഗവർണറായ അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്തീയ സ്ത്രീ പള്ളിയോട് ചേർത്ത് വീട് നിർമ്മിച്ചപ്പോൾ പള്ളി പൊളിച്ച് വീട് പുനർനിർമ്മിക്കാനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഹ്വാനം. മുഹമ്മദ് അൽ ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോഴും സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബ് ജെറുസലേം അധീനപ്പെടുത്തിയപ്പോഴും ഇത്തരം സമീപനം ചരിത്രത്തിൽ കൂടുതൽ വെളിപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. സംരക്ഷിത ന്യൂനപക്ഷത്തിലെ അമുസ്ലിമിന്റെ ആക്ഷേപിക്കുകയോ അവന്റെ അവകാശങ്ങൾ വെട്ടിക്കുറക്കുകയോ അവൻ അസാധ്യമായത് കൽപ്പിക്കുകയോ അവന്റെ മനപ്പൊരുത്തമില്ലാത്തത് കവർന്നെടുക്കുകയോ ചെയ്യുന്നവൻ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്റെ പ്രതിസ്ഥാനത്തായിരിക്കുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മതകീയ ജീവിതത്തിന് ഒരു പോറലും ഏൽക്കാതെ മാനവികമായ പരിഗണന നൽകി എല്ലാ മതങ്ങളെയും മുഴുവൻ മതങ്ങളെയും ഉൾക്കൊള്ളാൻ ഇസ്ലാം നിഷ്കർഷിക്കുമ്പോൾ അജ്ഞത മുറ്റിയ കണ്ണുകൾക്ക് തിമിരം ബാധിച്ച പ്രതിയോഗികൾ ഇസ്ലാമിനെതിരെ ചെളിവാരി എറിയുന്നത് എത്രത്തോളം ലജ്ജാവഹമാണ്.
ചരിത്രത്തെ വക്രീകരിച്ചും ഖുർആനിക പ്രോക്തങ്ങളെ വളച്ചൊടിച്ചും ഇസ്ലാമിനെതിരിൽ ഉറഞ്ഞു തുള്ളുന്നവർ കാലത്തിന്റെ ഏടുകളിൽ തുന്നിച്ചേർക്കപ്പെട്ട ഇത്തരം മധുരമൂർന്ന അനുഭവങ്ങൾ പഠിക്കാൻ തുനിഞ്ഞിരുന്നിരുന്നെങ്കിലെന്ന് പ്രത്യാശിച്ച് വാക്കുകൾക്ക് വിട. ശ്രോതാക്കൾക്ക് നന്ദി. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.